ഇത് സീരിയസ് ആയിട്ട് കേൾക്കണം, തമാശ കളിക്കരുത് ഇവിടെ കിടന്ന്. സീരിയസ് ആയിട്ടുള്ള കാര്യം, ഒരാളുടെ ലൈഫിന്റെ പ്രശ്നം. എന്റെ ലൈഫ് മാത്രമല്ല പുള്ളിയുടെ. അപ്പൊ ആ പുള്ളിക്ക് അത്രമാത്രം ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത് നമ്മൾക്ക് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഡിവോഴ്സ് ആയിട്ട് 5-6 കൊല്ലായി. അവർ രണ്ടാളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഡിവോഴ്സ് ആവാന്ന്. പിന്നെ ആ സ്ത്രീ നല്ല ജീവിതമായിട്ട് മുന്നോട്ട് പോകണം. ഈ വോയിസ് നിങ്ങൾ കേട്ടില്ലേ? ബിഗ് ബോസ് താരം അനീഷിന്റെ അനുജന്റെ വോയിസ് ആണ് ഈ കേൾക്കുന്നത്. അനീഷിന്റെ മുൻ ഭാര്യയുടെ ഒരു FIR ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത്, അതായത് ഈ സീസൺ അവസാനിക്കാൻ ഒരു 4-5 ദിവസം മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഇപ്പോൾ ആ FIRും കുത്തിപ്പൊക്കിയിട്ട് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. എന്തായാലും ഈ സമയത്ത് ഇത്രയും ചെറ്റത്തരം വേണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഇതും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അനീഷിന് കിട്ടുന്ന സപ്പോർട്ടുകൾ പാടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അനീഷിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇപ്പൊ തന്നെ ഇതും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. എന്തായാലും ആ അനീഷിന്റെ അനിയന്റെ ഒരു വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഡിവോഴ്സ് ആയിട്ട് 5-6 കൊല്ലായി. അവർ രണ്ടാളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഡിവോഴ്സ് ആവാന്ന്. പിന്നെ ആ സ്ത്രീ നല്ല ജീവിതമായിട്ട് മുന്നോട്ട് പോകണു. അനീഷിന്റെ രീതിയിലായിട്ട് മുന്നോട്ട് പോകണു. ഇനി ഇതിലെന്തിനാണ് ഇങ്ങനെ ഈ വീഡിയോ ഇട്ട് കുത്തിപ്പൊക്കണെന്നാണ് ഞാൻ ആലോചിക്കണത്. വളരെ മോശം കാര്യം. ഇത് ആര് വിജയിക്കാൻ വേണ്ടിട്ടാണ്? അനീഷ് വിന്നർ ആകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സമയത്ത് അതും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. 5-6 വർഷത്തോളം ആയി കാണും അവര് വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ട്. പിന്നീട് ഇപ്പൊ ഈ ഒരു കളി കളിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. സൗന്ദര്യം കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ പീഡിപ്പിച്ചിരുന്നു, അനീഷ് തന്നെ പീഡിപ്പിച്ചിരുന്നു എന്നും പറഞ്ഞിട്ടാണ് FIRൽ കൊടുത്തിരിക്കുന്നത്. ഇനി പറയട്ടെ, ഇത് അവിടെ ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് സീരിയസ് ആയിട്ട് കേൾക്കണം, തമാശ കളിക്കരുത് ഇവിടെ കിടന്ന്. സീരിയസ് ആയിട്ടുള്ള കാര്യം, ഒരാളുടെ ലൈഫിന്റെ പ്രശ്നം. എന്റെ ലൈഫ് മാത്രമല്ല പുള്ളിയുടെ. അപ്പൊ ആ പുള്ളിക്ക് അത്രമാത്രം ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത് നമ്മൾക്ക് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നിന്ന് ഇറങ്ങി ഫൈനൽ കഴിയുമല്ലോ, പുള്ളി ഫൈനൽ വരും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം അതെന്തായാലും അതിന് മുന്നേ വരെ പുള്ളി ഇനി എൻ്റെ അടുത്ത് ആ കാര്യങ്ങൾ സംസാരിച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നു. വരില്ല. എന്റെ അടുത്ത് ഇനി സംസാരിക്കുകയാണെങ്കിൽ ഈ കാര്യം പറഞ്ഞ് എന്തായാലും വരും, ഈ കല്യാണത്തെ പറ്റിയോ. അപ്പോഴും ഞാന് ചേട്ടാ അങ്ങനെ എനിക്ക് ഞാൻ അങ്ങനെ ആ രീതിയിൽ കാണാൻ പറ്റില്ല, ബ്രദറിനെ പോലെ പറ്റുള്ളൂന്ന് അപ്പോഴും പറഞ്ഞാൽ പോരെ. ഇപ്പൊ നാളെയോ ആ രീതിയിൽ അങ്ങോട്ട് പോയി പറയണോ? പറയേണ്ട ആവശ്യമില്ല. കാരണം പുറത്തിറങ്ങി നിന്നെക്കാട്ടി കുറേ നല്ല നല്ല മതാലസകളും സുന്ദരികളും അയാളുടെ ചുറ്റും വളർന്നിട്ടുണ്ടോ? അത് വിട്, അത് പിന്നെയുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതല്ല നമ്മളിപ്പോ ഇവിടുത്തത്, അത് പിന്നെയുള്ള കാര്യമാണ്. മതാലസയോ ദോഷയോ അതൊന്നും എനിക്കറിയണ്ട. ഞാൻ പറയട്ടെ, ഇപ്പൊ തന്നെ പറയേണ്ട ആവശ്യമില്ല, കാരണം അതിന് മുന്നേ ഞാനത് പറഞ്ഞു കഴിഞ്ഞു. വേറൊരു കാര്യം പുള്ളിയുടെ നോക്കണം. അത് കഴിഞ്ഞ് പുള്ളി ഒരിക്കലും നീ പറഞ്ഞിട്ട് പുള്ളി ഒരിക്കലും ഡൗൺ ആവരുത്, ഈ പ്രോഗ്രാം ബാധിക്കരുത്. നിന്നെ പോലുള്ള ഒരു ചീള പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് ഡൗൺ ആകാൻ ഓടി പുള്ളി ഡൗൺ ഒന്നും ആവില്ലാന്ന് തോന്നുന്നു. ആയാല് അനീഷ് അനുമോളോട് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 100% കാരണക്കാരി അനുമോൾ തന്നെയാണ്. അനുമോൾ അനീഷിന്റെ പിന്നാലെ നടന്നിട്ട് കാട്ടുകൂട്ടിയത് എല്ലാവരും കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പല രീതിയിലും അനീഷേട്ട എന്നും പറഞ്ഞിട്ട് പല രീതിയിലും പുറകെ നടന്ന് ആ മനുഷ്യനെ ഇളക്കിയിട്ട് ഇപ്പോൾ അവള് നല്ല പിള്ള ചമ്മയുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം കാരണക്കാരി അനുമോള് തന്നെയാണ്. അനീഷ് അങ്ങനെ ആ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അനുമോള് തന്നെയാണ്. അനീഷേട്ടൻ ഇത് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. പറഞ്ഞു അനീഷേട്ടനെ ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ല. അനീഷേട്ടൻ ഈ പറക്കാണ്ട് പോയ അച്ഛനാണ്, ചേട്ടനാണ്, അമ്മാവനാണ്. അല്ല ഇതൊക്കെ പറയാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടു അനുമോള്. ഇത് കാരണം എന്റെ അനീഷേട്ടന്റെ ഗെയിമിലുള്ള കോൺസെൻട്രേഷൻ ഡൗൺ ആയി പോവരുത്. എന്നെ പുറത്തിറങ്ങിയിട്ട് ഒരു പെങ്ങളെ പോലെ ആടുക.
പിന്നെ എനിക്കൊരു അച്ഛന്റെ സ്നേഹം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അനീഷേട്ടൻ തന്നെ സ്റ്റെപ്പ് ഫാദർ കൂടിയിട്ടൊന്ന് പറയാൻ പറഞ്ഞു. ശരി, അതെ. ദേ 100 അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞത് നാളെ പറയാന്നാണ്. ഞാൻ പറഞ്ഞു നിന്നെ പോലുള്ള ഒരു ചീള് പെണ്ണിനെ നോക്കി നിൽക്കേണ്ട ആവശ്യം അനീഷേട്ടനില്ല. പുറത്തിറങ്ങിയതിന് ശേഷം അതിന് അനീഷേട്ടൻ്റെ അടുത്തേക്ക് കിടക്കാൻ പോലും അവർക്ക് പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞു ഒപ്പിച്ചു വെച്ചിരിക്കണം. ആണോ? സ്ഥാനമല്ല അതാ പറഞ്ഞ. അപ്പം അനീഷേട്ടാ, നിങ്ങൾ ആരാധന വൃന്ദമല്ല? യെസ്, ഇത്രയും ആരാധന വൃന്ദങ്ങൾ നമ്മളെ പൊതിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവളോടൊക്കെ പോവാ പറ. ഞാനൊക്കെ ഇടുന്നുണ്ട്. എന്റെ പൊന്നു മുളഞ്ഞ് എന്തിനാണ് ഈ ചെറുക്കനോട് പറഞ്ഞത്? അതാ പറഞ്ഞു, ഇവന് മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്താണെന്നൊന്നും അറിയത്തില്ല. അനീഷിന്റെ പിന്നാലെ നടന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇത്ര വരെ എത്തിച്ചിട്ട് ഇപ്പോൾ ആള് മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഈ അനുമോള്. എന്തായാലും ഒരു കല്യാണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് അവരവരുടെ ചോയ്സ് ആണ്, ആര് തെരഞ്ഞെടുക്കണ്ട എന്നൊക്കെ. അതിപ്പം അനീഷ് അങ്ങനെ ഒരു പ്രപ്പോസൽ ചെയ്തു, അനുമോൾക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കി അനീഷ് അത് വിടുകയും ചെയ്തു. ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കുകയും ചെയ്തു. എന്നാൽ അനുമോളോ അവിടെ ഓരോരുത്തരോടെയും ചുറ്റി നടന്ന് അനീഷേട്ടൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ നോക്കി, ഇങ്ങനെ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചുറ്റി നടന്നങ്ങ് ആ ഒരു ടോപ്പിക്ക് തന്നെ വിടാൻ ഉദ്ദേശമില്ലാത്ത രീതിയിൽ കുത്തിപ്പൊക്കി നടക്കുവാണ്. എന്തായാലും ഈ ഒരു സീസണില് വിന്നർ ആവാൻ ചാൻസ് ഉള്ളത് അനീഷ് തന്നെയാണ്. അതിൻ്റെതായ ഒരു ഇതായിരിക്കാം ഇപ്പൊ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെയും. ഇതൊരു ഫേക്ക് മാനിപ്പുലേറ്റീവ് FIR ആണോ ഒന്നും അറിയില്ല. എന്തായാലും ഇവിടെ കിടക്കട്ടെ. ഇതിന് താഴെ ഫസ്റ്റ് ഇൻഫോർമേഷൻ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു പാരഗ്രാഫ് മാത്രം ഒന്ന് വായിക്കാം. 1 മുതൽ 4 കൂടിയ പ്രതികൾ എന്ന് വെച്ചാൽ അനീഷ്, അച്ഛൻ, അമ്മ, അനിയൻ. 1-ാം പ്രതി ക്രിസ്ത്യൻ മതാചാര പ്രകാരം ഒരു തീയതി ആവലാതിക്കാരിയെ വിവാഹം കഴിച്ച് ഒരു മിനിറ്റ്, ഇത് ഭയങ്കര പ്രിന്റ് ആയതുകൊണ്ടേ ക്ലിയർ ആവുന്നില്ല. കോടനാരിയിലുള്ള അയാളുടെ വീട്ടുപേരാന്ന് തോന്നുന്നു. പ്രതിയുടെ വീട്ടിൽ താമസിച്ച് വരവെ 22/2/2019 തീയതി മുതൽ 15/10/2019 തീയതി വരെ ആവലാതിക്കാരിക്ക് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് ആവലാതിക്കാരിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും മനഃപൂർവ്വം ചതി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി വിവാഹം ചെയ്ത ശേഷം ആവലാതിക്കാരിയെ ലഭിക്കേണ്ടതായ സ്നേഹത്തോടെയുള്ള ദാമ്പത്യബന്ധം പുലർത്തി ജീവിക്കാതെയും 1 മുതൽ 4 കൂടിയ പ്രതികൾ അസഭ്യം പറഞ്ഞ് ഒരുമിച്ച് ഇത് ഇത്രയേ ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത്. അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ പെർട്ടിക്കുലർ സ്ത്രീനെ അവരുടെ കളറിന്റെ പേരിലും അവരുടെ സൗന്ദര്യത്തിന്റെ പേരിലും അവരുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറിയിരുന്നു എന്ന രീതിയിലാണ് ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്.